നെക്സ്റ്റ് ക്ലാസ് ഓഫ് മാർക്കറ്റിംഗ് മാനേജ്മെന്റ്. ഓക്കെ, നമ്മൾ ഇന്ന് ഒരു പുതിയ മാർക്കറ്റിങ്ങിൻ്റെ തന്നെ നമ്മൾ മാർക്കറ്റിംഗ് ആണ് എല്ലാവരും ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നതായിട്ട്. അപ്പോൾ അതിൽ ലാസ്റ്റ് ക്ലാസ്സിൽ നമ്മൾ ഡിസ്കസ് ചെയ്ത് നമ്മൾ ഒറ്റ ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്തത്, ദാറ്റ് ഈസ് ഫങ്ഷൻസ് ഓഫ് മാർക്കറ്റിംഗ്. അതാണ് നമ്മൾ കഴിഞ്ഞ ക്ലാസ്സിൽ എന്ത് ചെയ്തത്, ദാറ്റ് ഈസ് നമ്മൾ ഡിസ്കസ് ചെയ്തു പോകുന്നത്. ആൻഡ് ടുഡേ നമ്മൾ മാർക്കറ്റിങ്ങിൻ്റെ തന്നെ മെയിനായിട്ട് 2 ടോപ്പിക്കുകളാണ് കവർ ചെയ്യാൻ വേണ്ടി വിചാരിക്കുന്നത്. അതിൽ ഫസ്റ്റ് ഈസ് സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആൻഡ് ദി സെക്കൻഡ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ്. ഓക്കെ, ഇങ്ങനെ 2 ടോപ്പിക്കും. അപ്പോൾ നമുക്ക് നമ്മുടെ ടൈം ലിമിറ്റ് അനുസരിച്ച് നമുക്ക് പതുക്കെ ഇതിലേക്ക് കൂടി കയറണം. ഇവല്യൂഷൻ ഓഫ് മാർക്കറ്റിംഗിലേക്ക് കൂടി നമുക്ക് പതുക്കെ ഫുൾ പോയില്ലായെങ്കിൽ നമുക്ക് അതിലേക്ക് കൂടി നമുക്കൊന്ന് വെക്കണം. അപ്പോൾ മെയിൻ ദാറ്റ് ഈസ് ടുഡേ ദാറ്റ് ഫസ്റ്റ് വി ആർ ഗോയിങ് ടു ഡിസ്കസ് അബൌട്ട് ദി സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ്. And once again, welcome all of you to my class. Okay, let us discuss what is the scope of marketing. അപ്പോൾ സ്കോപ്പ് എന്ന് പറഞ്ഞാൽ എന്താണ് ഈ സ്കോപ്പ് എന്നുള്ളത് മനസ്സിലാക്കണം. അതിന് സ്കോപ്പ് എന്ന് പറഞ്ഞാൽ മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്തൊക്കെയാണ് ഉൾക്കൊള്ളുന്നത്, അല്ലെങ്കിൽ അതിൻ്റെ ഒരു ലിമിറ്റ് എന്താണ്, എന്താണ് ആ പരിധി എന്നുള്ളതാണ് എന്ന് പറയുന്നത്. അല്ലെങ്കിൽ what are the activities, that is what are the factors, അങ്ങനെ എല്ലാം അതാണ് അതിൻ്റെ സ്കോപ്പ് എന്ന് പറയുന്നത്. അപ്പോൾ സ്കോപ്പ് ഓഫ് മാർക്കറ്റിങ്ങിനെ കുറിച്ചിട്ട് നമ്മൾ ഫിലിപ്പ് കോട്ട്ലർ അല്ലേ, നമ്മൾ ഡെഫിനിഷൻ പഠിച്ചത് എന്താണ് മാർക്കറ്റിങ്ങിൻ്റെ, അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് ദാറ്റ് ഈസ് സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് ലൈസ് ഇൻ ദി മാർക്കറ്റിംഗ് ഓഫ് 10 ടൈപ്സ് ഓഫ് എൻറ്റിറ്റീസ്. 10 ഫാക്ടേഴ്സ് പഠിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ 10 കോൺസെപ്റ്റ്സ് അല്ലെങ്കിൽ 10 ടേംസ് എന്ന് കേട്ടാൽ അതായത് മാർക്കറ്റിങ്ങിൻ്റെ സ്കോപ്പ് എടുക്കുന്നത് ഒരു 10 ടേംസ് ഉണ്ട്, അല്ലെങ്കിൽ ആ 10 കാര്യങ്ങളുണ്ട്. അതിലാണ് മാർക്കറ്റിങ്ങിൻ്റെ സ്കോപ്പ് എന്നാണ് അവർ പറയുന്നത്, ഫിലിപ്പ് കോട്ട്ലർ പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് ഡിസ്കസ് ചെയ്ത് നോക്കാം ഏതൊക്കെയാണ് ഈ 10 കാര്യങ്ങൾ. ഓക്കെ, അതിൽ ഫസ്റ്റ് വൺ എന്ന് പറയുന്നതാണ് ഗുഡ്സ്. മാർക്കറ്റിങ്ങിന്റെ പരിധിയിൽ വരുന്ന ഒരു കാര്യം എന്താണ്, ഗുഡ്സ് എന്നാണ്. അതായത് ഗുഡ്സ് ഇല്ലെങ്കിൽ എന്തില്ല, മാർക്കറ്റിംഗ് എന്നുള്ള കോൺസെപ്റ്റിൽ അപ്പോൾ മാർക്കറ്റിനകത്ത് അതിന്റെ സ്കോപ്പിൽ വരുന്ന എല്ലാ പരിധിയിൽ വരുന്ന സംഭവമാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. എന്താണ് ഗുഡ്സ് അല്ലേ, അതായത് എല്ലാ കമ്പനീസും എന്ത് ചെയ്യും, ഫിസിക്കൽ ഗുഡ്സ് പ്രൊഡ്യൂസ് ചെയ്യും. ആ ഫിസിക്കൽ ഗുഡ്സ് ആണ് എന്ത് ചെയ്യുന്നത്, കൺസ്യൂമേഴ്സിന്റെ നീഡ്സ് ആൻഡ് വാണ്ട്സുകൾ എന്ത് ചെയ്യുന്നത്, മീറ്റ് ചെയ്യുന്നത്. ആൻഡ് മാർക്കറ്റിംഗ് ഈസ് മെയിൻലി കൺസേൺഡ് വിത്ത് ദി പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ ഓഫ് ഫിസിക്കൽ ഗുഡ്സ്. അങ്ങനെയുള്ള ഗുഡ്സിനെ കുറിച്ച് പറയാം. ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ്, ദാറ്റ് ഈസ് വാട്ട് ദ പ്രൊഡ്യൂസേഴ്സ് പ്രൊഡ്യൂസ്, അല്ലെങ്കിൽ പ്രോഡക്റ്റ്, അതാണ് ഗുഡ്സ് എന്ന് പറയുന്നത്. അതായത് ഫിസിക്കൽ ഗുഡ്സ് പ്രത്യേകം നമുക്ക് എടുത്ത് പറഞ്ഞു തരികയാണ് ഫിസിക്കൽ ഗുഡ്സ് എന്ന്. ഫിസിക്കൽ ഗുഡ്സ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ദാറ്റ് ഈസ് വിച്ച് വി ക്യാൻ സീ, ടച്ച്, നമുക്ക് കാണാനും തൊടാനും കഴിയുന്ന ഗുഡ്സിനെയാണ് നമ്മൾ ഫിസിക്കൽ ഗുഡ്സ് എന്ന് പറയുന്നത്. ആ ഫിസിക്കൽ ഗുഡ്സ് അതാണ് നമ്മുടെ കസ്റ്റമേഴ്സിന്റെ കൺസ്യൂമേഴ്സിന്റെ വാണ്ട്സ് ആൻഡ് നീഡ്സിനെ സാറ്റിസ്ഫൈ ചെയ്യുന്നത്. അതുകൊണ്ട് തന്നെ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ നമുക്ക് എന്താ പറയാം, ഈ ഫിസിക്കൽ ഗുഡ്സിന്റെ എന്താണ്, ഈ ഗുഡ്സിന്റെ എന്താണ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ എന്താണ്, ദാറ്റ് ഈസ് കൺസിഡർഡ് ആസ് വൺ ഓഫ് ദി സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ്. ക്ലിയർ. ഇനി രണ്ടാമത്തെ നമ്മൾ പറഞ്ഞു 10 ഫോക്കസസ് ആണ്, 10 എലമെന്റ്സുകളാണ് പറഞ്ഞു. സെക്കൻഡ് ഈസ് സർവീസ്. സെക്കൻഡ് ഈസ് സർവീസ്. ഗുഡ്സ് ആൻഡ് സർവീസസ് ആണ് പറയുന്നത്. സെക്കൻഡ് ഈസ് സർവീസസ്. എന്താണ് സർവീസസ് എന്ന് പറയുന്നത്, അതായത് ഗുഡ്സ് എന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ എന്താണ് ഈ ചോക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ്സിൽ വരുന്ന സംഭവമാണ് അല്ലേ. ബുക്ക് എന്ന് പറഞ്ഞാൽ ഒരു ഗുഡ്സ് ഫിസിക്കൽ ഗുഡ്സ് ആണ് അല്ലേ. ഇനി ഇതന്നെ സർവീസസ് ഉണ്ട്. സർവീസസ് എന്ന് പറയുമ്പോൾ നമുക്ക് അത് ചിലപ്പോൾ ചെയ്യാൻ പറ്റില്ല, നമുക്ക് ചിലപ്പോൾ നമുക്കത് പെട്ടെന്ന് എന്ത് ചെയ്യാം, ടച്ച് ചെയ്യാനൊന്നും പറ്റില്ല സർവീസ് എന്ന് പറയുന്നത്. അപ്പോൾ സർവീസസ് എന്ന് പറഞ്ഞാൽ എന്താണ്, ദാറ്റ് ഈസ് ഈ പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്ത് സർവീസ് മാർക്കറ്റിങ്ങിന് ഒരുപാട് ഇമ്പോർട്ടൻസ് ഉണ്ട്. നിങ്ങൾക്ക് പറയാൻ പറ്റും സർവീസ് തരുന്ന ഏതെങ്കിലും ഒരു ഇതിനെ കുറിച്ചും. എഡ്യൂക്കേഷൻ ഇൻസ്റ്റിറ്റ്യൂഷൻസ് എന്ന് പറഞ്ഞാൽ സർവീസ് പ്രൊവൈഡിംഗ് ഇൻസ്റ്റിറ്റ്യൂഷനാണ്. നമ്മുടെ ഹോസ്പിറ്റൽസ്, ബാങ്ക്സ്, ഇൻഷുറൻസ്, ഇതൊക്കെ നമുക്ക് എന്ത് ചെയ്യാണ്, ദേ ആർ ഓഫറിംഗ് സർവീസസ് ടു ദി കൺസ്യൂമേഴ്സ് ആണ്. അപ്പോൾ സർവീസസ് എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. അതായത് റീസെന്റ് സർവീസ് മാർക്കറ്റിംഗ് ഹാസ് assumed tremendous importance and services includes, നമുക്ക് കേട്ടുവെച്ച ഒരുപാട് കാര്യങ്ങൾ തന്നെയാണ് സർവീസ് പറയുന്നത്. വർക്ക് ഓഫ് ഹോട്ടൽ അല്ലെ, ഹോട്ടൽ സർവീസ് ആണ്. എയർലൈൻ സർവീസ് നമ്മൾ പറയും. മ്യൂണീഷ്യൻസ് നമ്മുടെ സർവീസ് ആണ്. സ്കൂൾസ്, ഡോക്ടേഴ്സ്, ലോയേഴ്സ്, അക്കൗണ്ടൻസ്, ഡോക്ടേഴ്സ്, നമ്മുടെ ഡോക്ടേഴ്സ് പറഞ്ഞത് എക്സെട്ര, ഇതൊക്കെ ഇതിന്റെ പരിധിയിൽ വരുന്നതാണ്. ദേ ആർ ഡൂയിങ് സം ടൈപ്പ് ഓഫ് എന്താണ് സർവീസസ് ആണ് പ്രൊവൈഡ് ചെയ്യുന്നത്. സർവീസസ് എന്ന് പറയുന്നതും എന്തിന്റെ പരിധിയിൽ വരുന്നതാണ്, മാർക്കറ്റിംഗിന്റെ പരിധിയിൽ വരുന്നതാണ്. ക്ലിയർ. ആൻഡ് ദി തേർഡ് ഈസ് എക്സ്പീരിയൻസ് ആണ്. The third scope is experience. Experience എന്താണ്, പല കാര്യങ്ങളും പരിചയപ്പെടുത്താൻ നമ്മൾ അല്ലെ, എക്സ്പീരിയൻസ് എന്നാണ് പറയുന്നത്. Marketing includes offering a wonderful experience to
പീപ്പിൾ. മാർക്കറ്റിങ്ങിനകത്തുണ്ട്, അതായത് നമ്മുടെ കൺസ്യൂമേഴ്സിനെ നല്ല 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 രീതിയിലുള്ള എന്ത് ചെയ്യുകയാണ് എക്സ്പീരിയൻസുകൾ, അല്ലെങ്കിൽ എന്താണ് അങ്ങനെയുള്ള അനുഭവം കൊടുക്കുക എന്ന് പറയുന്നത് മാർക്കറ്റിങ്ങിലുണ്ട്. അതിന് എക്സാമ്പിൾ പറയുന്നത് എളുപ്പം കിട്ടും കേട്ടോ. ദാറ്റ് ഈസ് വണ്ടർഫുൾ എക്സ്പീരിയൻസ് ടു പീപ്പിൾ ത്രൂ ബ്ലെൻഡിങ് ഓഫ് സെവറൽ ഗുഡ്സ് ആൻഡ് സർവീസസ്. ഇത് രണ്ടും കൂടി ബ്ലെൻഡ് ചെയ്തിട്ടുണ്ട്, ഗുഡ്സും സർവീസസും ബ്ലെൻഡ് ചെയ്തുകൊണ്ട് എന്ത് ചെയ്യുന്നുണ്ട്, ഒരുപാട് നല്ല എക്സ്പീരിയൻസുകൾ കൊടുക്കുക എന്നത് മാർക്കറ്റിങ്ങിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. ഫോർ എക്സാമ്പിൾ നമ്മൾ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ കേട്ടതാണ് ഒരുപാട് അമ്യൂസ്മെന്റ് പാർക്കുകൾ, വണ്ടർലാകൾ എടുത്തു, നമ്മൾ അതുപോലെ തന്നെ ഡിസ്നി വേൾഡ്, രാംജി റാവു ഫിലിം സിറ്റി, ഇതൊക്കെ അവിടെ എന്തുണ്ട് സർവീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അവിടെ കുറേ സാധനങ്ങൾ ഉണ്ടെന്ന് കണ്ടിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, അതിന് മാർക്കറ്റിംഗ് ഒക്കെ ഉണ്ട്. നമ്മൾ അവിടെ പോയി കണ്ട് നല്ലൊരു അനുഭവം, നല്ലൊരു എക്സ്പീരിയൻസ് ഫീൽ ചെയ്യുന്നുണ്ട്. അപ്പോൾ ആ മാർക്കറ്റിംഗ് എന്നപ്പോൾ നമ്മൾ പറഞ്ഞു, മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞൊരു ചെറിയ ആക്ടിവിറ്റി അല്ല, ബ്രോഡ് കോൺസെപ്റ്റ് ആണ്. ഒരുപാട് ആക്ടിവിറ്റീസ് അതിനകത്ത് ഉണ്ടെന്ന് പറഞ്ഞു അല്ലേ. അപ്പം എക്സ്പീരിയൻസുകൾ, ഈ ഗുഡ്സ് ആൻഡ് സർവീസ് വെച്ചുകൊണ്ട് നല്ല നല്ല അനുഭവങ്ങൾ തരിക എന്ന് പറയുന്നതും മാർക്കറ്റിംഗിന്റെ പരിധിയിൽ വരുന്ന കാര്യമാണ്. ക്ലിയർ? നെക്സ്റ്റ് പറയുന്നതാണ് മാർക്കറ്റിംഗിന്റെ നാലാമത്തെ സ്കോപ്പാണ് ഈവെന്റ്സ്. ഇതാണ് ഇവന്റ്സ്. എന്തെങ്കിലുമൊക്കെ ഇവന്റുകൾ നടത്തി എന്തെങ്കിലുമൊക്കെ പരിപാടി എന്ന് പറയുന്നതും ദാറ്റ് ഈസ് മാർക്കറ്റിംഗ് ആണ്. ഫോർ എക്സാമ്പിൾ, അത് എക്സാമ്പിൾസ് ആണ്, നമുക്ക് അല്ലാതെ വേറെ വാട്ട് ഈസ് ആൻ ഇവന്റ് ഒന്നും അല്ല നമുക്ക് പഠിക്കാനുള്ളത്. മാർക്കറ്റിംഗ് ഇൻക്ലൂഡ്സ് പ്രൊമോട്ടിംഗ് ഓഫ് ഈവെന്റ്സ് ലൈക്ക് ഒളിമ്പിക്സ്, കേട്ടിട്ടുള്ളതല്ലേ നമ്മൾ, ഒളിമ്പിക്സ്, വേൾഡ് കപ്പ്, ഫുട്ബോൾ, മേജർ ട്രേഡ് ഷോസ് ആൻഡ് ആർട്ടിസ്റ്റിക് പെർഫോമൻസസ്. അതിലൊക്കെ ഒരു മാർക്കറ്റിംഗ് നമുക്ക് കാണും. ഫോർ എക്സാമ്പിൾ നമ്മുടെ സിനിമ അല്ലെ, ആർട്ടിസ്റ്റിക് പെർഫോമൻസ്, ഡാൻസ് പ്രോഗ്രാം, ഒക്കെ മാർക്കറ്റിംഗ് നടക്കുന്നുണ്ട്. ജനങ്ങളിലേക്ക് ഇത് എത്തിക്കാനുള്ള എല്ലാ ശ്രമങ്ങളും നടക്കുന്നുണ്ട്. ഒളിമ്പിക്സ് ഒക്കെ വരുമ്പോൾ നമ്മൾ കാണാം അല്ലെ, ഒരുപാട് സ്പോൺസർഷിപ്സുകളാണ് അതിന് വരിക. വേൾഡ് കപ്പ് നടക്കുമ്പോൾ അല്ലെ, ദാറ്റ് ഈസ് പല പല കമ്പനികളും എന്തെങ്കിലും സ്പോൺസർഷിപ്പുമായിട്ട് മുന്നോട്ട് വരും. ഇതൊക്കെ എന്തെങ്കിലും പെടുന്നുണ്ട് മാർക്കറ്റിംഗിൽ. അവർ ഒരു വൺ വേ ഓർ അനദർ ദേ ആർ മാർക്കറ്റിംഗ് ദെയർ പ്രോഡക്റ്റുകളാണ്. ഇപ്പോൾ നമ്മൾ അഡിഡാസ്, നൈക്ക് എന്നുള്ളതൊക്കെ എന്താണ്, ഇങ്ങനത്തെ പ്രത്യേകിച്ച് ഇങ്ങനത്തെ വേൾഡ് കപ്പും ഇതൊക്കെ വരുന്ന സമയത്ത് ഫുട്ബോളൊക്കെ വരുമ്പോൾ ഒരുപാട് എന്താണ് പ്രൊമോഷൻ കിട്ടുന്ന ചില കമ്പനികളാണ്. അത് നമ്മുടെ പല പല ഇവന്റുകളും എന്തിൽ പെടുന്നുണ്ട്, മാർക്കറ്റിംഗിൽ പെടും. ഓക്കെ, ദെൻ നെക്സ്റ്റ് പറയുന്നതാണ് പേഴ്സൺസ് എന്നാണ് പറയുന്നത്. ഇത് ഓൾസോ കംസ് പേഴ്സൺസ്, വ്യക്തികൾ, പേഴ്സൺസ്. നമുക്ക് എപ്പോഴും നമ്മുടെ ഡെയിലി ലൈഫിൽ കാണുന്ന സംഭവമാണ്, പെട്ടെന്ന് ക്ലിക്ക് ആവാനാണ്. പേഴ്സൺസ് എന്ന് പറയുന്നത് എന്താണ്, കംസ് അണ്ടർ ദി ഈവന്റ് ദാറ്റ് ഈസ് സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് എന്നാണ് പറയുന്നത്. ഏറ്റവും നല്ല എക്സാമ്പിൾ ഞാൻ പറഞ്ഞുതരാം. പല അഡ്വർടൈസ്മെന്റ്സുകളും നമ്മൾ എന്ത് ചെയ്യും, സെലിബ്രിറ്റീസിന് കാണും അല്ലെ. സെലിബ്രിറ്റീസിനെ ഉപയോഗിച്ചുകൊണ്ട് എന്ത് ചെയ്യാണ്, മാർക്കറ്റിംഗ് നടത്താണ്. മുത്തൂറ്റ് ഫിനാൻസ്, അമിതാഭ് ബച്ചൻ വെച്ചിട്ട് അല്ലേ, നമുക്ക് എന്താണ് നമ്മുടെ കല്യാൺ ജുവലേഴ്സ്, മഞ്ജു വാര്യർ വെച്ചുകൊണ്ടാണ് അല്ലേ. എല്ലാം നമ്മൾ ഏതെടുത്ത് നോക്കിയാലും ഫോറിൻ പ്രോഡക്ട്സുകളായാലും വെസ്റ്റേൺ പ്രോഡക്ട്സുകളായാലും ഏതായാലും ദാറ്റ് ഈസ് ഏതാണ് നമ്മുടെ ഫ്ലിപ്കാർട്ടിലൊക്കെ അലിയ ഭട്ട് അല്ലെങ്കിൽ വെച്ചിട്ടല്ലേ സെലിബ്രിറ്റീസ്, ഇതൊക്കെ എന്തിനാണ്, മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ്. അപ്പോൾ അതാണ് പറയുന്നത് സെലിബ്രിറ്റീസ് മാർക്കറ്റിംഗ് ഹാസ് ബിക്കം എ മേജർ ബിസിനസ് ടൂൾ. ഇന്നത്തെ കാലത്ത് അത് ഭയങ്കര വേണം. ആർട്ടിസ്റ്റ്, ഫിസിഷ്യൻസ്, സിഇഒസ്, ലോയേഴ്സ് ആൻഡ് അതർ പ്രൊഫഷണൽസ് അല്ലേ. ഈ സമയത്ത് നമ്മുടെ കൊറോണ വന്ന സമയത്താണെന്നുണ്ടെങ്കിൽ എല്ലാ ക്ലാസ്സിലൊക്കെ അതിനെക്കുറിച്ച് പറയാനുണ്ടാവും അല്ലേ. നമ്മൾ ഡോക്ടേഴ്സിനെ വെച്ചുകൊണ്ട് ഒരുപാട് എന്തെങ്കിലും മാർക്കറ്റിംഗിൽ നടത്തി പലതും ദാറ്റ് ഈസ് നമ്മുടെ എന്താണ് ലൈഫ് സേവിങ്സ് പല പല കിറ്റുകൾ അല്ലേ, അങ്ങനെയുള്ള ഡോക്ടേഴ്സിനെ വെച്ചിട്ട് നമുക്ക് അതിനെക്കുറിച്ച് പറഞ്ഞു തന്നു. നമുക്ക് ചില എന്താണ് ദാറ്റ് ഈസ് എന്താണ് ചില ഇൻഫർമേഷൻസുകൾ നമുക്ക് കൈമാറി തന്നു. നമ്മൾ അതിനെ കൈ കഴുകണം, കൈ കഴുകുമ്പോൾ സോപ്പ് ഉപയോഗിക്കണം. അപ്പോൾ അതിൻ്റെ വെളിച്ചത്തിൽ ഒരു സോപ്പ്, ഏതെങ്കിലും സോപ്പ് എന്തെങ്കിലും എന്ത് ചെയ്തു, മാർക്കറ്റിംഗ് നടത്തി. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ഇതൊക്കെ പേഴ്സൺസ് എന്ന് പറയുന്നത് എന്ത് വരുന്നുണ്ട്, ദാറ്റ് കംസ് അണ്ടർ ദി സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ്. ക്ലിയർ? നെക്സ്റ്റ് പറയുന്നതാണ് പ്ലേസസ്. പ്ലേസസ്. സിക്സ്ത് സ്കോപ്പ് ഈസ് പ്ലേസസ് എന്ന് പറയുന്നത് ഇതിന്റെ പരിധിയിൽ വരുന്നതെന്നാണ് പറയുന്നത്. അതായത് സിറ്റീസ്, സ്റ്റേറ്റ്സ്, regions and nations resort to marketing to attract tourists, entrepreneurs and business. It is an example tourist. അല്ലേ, നമ്മൾ കേരളത്തിന്റെ കണ്ടില്ലേ ഗോഡ്സ് ഓൺ കൺട്രി എന്ന് പറഞ്ഞുകൊണ്ട് തൃശ്ശൂരിനെ കുറിച്ചിട്ടാണെങ്കിൽ പറയും സാംസ്കാരിക തലസ്ഥാനം എന്ന് പറഞ്ഞുകൊണ്ടൊക്കെ നമ്മൾ നമ്മുടെ പ്രദേശത്തെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ഡിസ്ട്രിക്റ്റിനെ അല്ലെങ്കിൽ നമ്മുടെ സ്റ്റേറ്റിനെ പ്രൊമോട്ട് ചെയ്യാൻ, നമ്മുടെ കൺട്രീനെ പ്രൊമോട്ട് ചെയ്യാനായിട്ട് പല പല അഡ്വർടൈസ്മെന്റ്സുകൾ നടക്കാറുണ്ട്. ഒരു മാർക്കറ്റിംഗ് തന്ത്രമാണ്. ക്ലിയർ? അതാണ് സിറ്റീസും പല സ്റ്റേറ്റ്സുകളും റീജിയൻസും ഒക്കെ എന്ത് ചെയ്യാറുണ്ട്,
ടൂറിസ്റ്റുകളെ അട്രാക്ട് ചെയ്യാനും അതുപോലെ തന്നെ എന്റർപ്രൈസിനെ അവർ വന്ന് എന്റർപ്രൈസ് എന്ന് പറഞ്ഞാൽ എന്താണ് ബിസിനസ് നടത്തുന്നവർ അവരെ അട്രാക്ട് ചെയ്യാം. അവർ വന്ന് ഇവിടെ ബിസിനസ് സ്റ്റാർട്ട് ചെയ്ത് ഇവിടുത്തെ ആളുകൾക്ക് നമ്മുടെ ആളുകൾക്ക് ജോലി കൊടുത്തുകൊണ്ട് അതൊക്കെ നമുക്ക് എന്ത് ചെയ്യാം ഇക്കണോമിക് ഡെവലപ്മെന്റിലേക്ക് പോകാവുന്ന രീതിയിൽ ദാറ്റ് ഈസ് അവരെയും എന്ത് ചെയ്യാണ് അട്രാക്ട് ചെയ്യുന്നതും മാർക്കറ്റിംഗിൽ പെടുന്ന കാര്യങ്ങളാണ്. ആൻഡ് പ്ലേസ് മാർക്കറ്റേഴ്സ് ഇൻക്ലൂഡ് റിയൽ എസ്റ്റേറ്റ് ഏജൻസ്. ഇതിനകത്ത് വരുന്ന കുറച്ച് ആളുകൾ എന്താണ് റിയൽ എസ്റ്റേറ്റ് ഏജൻസ് ഇവിടെ വരും. ഇവിടെ വന്ന നമുക്കൊരു വില്ല ഊട്ടി ഒക്കെ ഉണ്ടല്ലേ നമ്മൾ അവിടെയൊക്കെ നിങ്ങളൊരു റിസോർട്ട് എടുക്കും നിങ്ങൾക്ക് അവധികാലം ചിലവഴിക്കാം എന്നൊക്കെ പറഞ്ഞിട്ടില്ല. അപ്പോൾ അതാണ് പറയുന്നത് എസ്റ്റേറ്റ് ഏജൻസ് ആയിരിക്കാം. കമേഴ്ഷ്യൽ ബാങ്ക്സുകൾ ലോൺ തരാം ഇവിടേക്ക് വന്നോളൂ ഞങ്ങൾ ലോൺ തരാം ക്യാൻ സ്റ്റാർട്ട് എനി ബിസിനസ് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് അവരെ കോൺട്രാക്ട് ചെയ്യുന്നത്. ബിസിനസ് അസോസിയേഷൻസ് ഗവൺമെന്റ് ടൂറിസം ഡിപ്പാർട്ട്മെന്റ്സ് എക്സെട്ര ഇതൊക്കെ എന്ത് ചെയ്യാണ് ഇൻവോൾവ് ചെയ്യുന്നത്. നെക്സ്റ്റ് സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നതാണ് ദാറ്റ് ഈസ് പ്രോപ്പർട്ടീസ് എന്നാണ് പറയുന്നത്. എന്താണ് പ്രോപ്പർട്ടീസ് മാർക്കറ്റിംഗിന്റെ നെക്സ്റ്റ് ആണ് പ്രോപ്പർട്ടീസ് എന്ന് പറയുന്നത്. പ്രോപ്പർട്ടീസ് എന്താ പറയുന്നത്? പ്രോപ്പർട്ടീസ് refers to the ownership of immovable properties like land and building and financial properties like shares and bonds. എന്താണ് മാർക്കറ്റിംഗിന്റെ സ്കോപ്പിനകത്ത് പ്രോപ്പർട്ടീസ് വരുന്നുണ്ട്. പ്രോപ്പർട്ടീസ് അതിൽ രണ്ട് തരത്തിലുള്ള പ്രോപ്പർട്ടീസ് പറഞ്ഞതാണ്. ഇമ്മൂവബിൾ പ്രോപ്പർട്ടീസ് ഉണ്ട്, അതുപോലെ തന്നെ എന്താണ് ഫിനാൻഷ്യൽ പ്രോപ്പർട്ടീസ് ഉണ്ട്. ഇമ്മൂവബിൾ എന്ന് പറഞ്ഞാൽ നമുക്കറിയാം അല്ലേ മൂവ് ചെയ്യാൻ പറ്റാത്ത പ്രോപ്പർട്ടീസ് ലൈക്ക് ഏതൊക്കെയാണ് ലാൻഡും ബിൽഡിംഗ് പോലെയുള്ളത്. അത് മാർക്കറ്റിംഗ് തന്ത്രങ്ങളാണ്. മാർക്കറ്റിംഗ് അതായത് ലാൻഡ് ബിസിനസ്സിന് ലാൻഡ് വാങ്ങിക്കേണ്ടതായിട്ട് വരും, ബിസിനസ്സിന് ബിൽഡിങ്സുകൾ ആവശ്യമായിട്ട് വരും. അപ്പോൾ അതിന്റെ മാർക്കറ്റിംഗ് നിർവഹണമാണ്. അതുപോലെ തന്നെ ഷെയർസ് കമ്പനിക്ക് ഷെയർസ് ഉണ്ടാകും, ഡിബഞ്ചേഴ്സ് ബോൺസും കാര്യങ്ങളൊക്കെ ഉണ്ടായിരിക്കും. അതും എന്താണ് ഒരു മാർക്കറ്റിംഗ് നടത്തുന്ന ബൈങ് ആൻഡ് സെല്ലിംഗിലേക്ക് വരുന്ന ഒരു ഐറ്റം തന്നെയാണെന്നാണ് പറയുന്നത്. And that is എന്താണ് marketing includes the buying and selling of such properties also. മാർക്കറ്റിംഗിൽ അകത്തുണ്ട് ഇങ്ങനെയുള്ള പ്രോപ്പർട്ടീസിന്റെ വിൽക്കലും ലാൻഡ് വാങ്ങുന്നു, ലാൻഡ് വിൽക്കുന്നു, ബിൽഡിംഗ് വാങ്ങുന്നു, ബിൽഡിംഗ് വിൽക്കുന്നു, ഷെയർസ് വാങ്ങിക്കുന്നു, ഷെയർസ് വിൽക്കുന്നു. ഇങ്ങനെയുള്ള കാര്യങ്ങളും എന്തിന്റെ പരിധിയിൽപ്പെടുന്നു? മാർക്കറ്റിംഗിന്റെ പരിധിയിൽ വരുന്ന കാര്യങ്ങളാണ്. Okay. And the next that is scope എന്ന് പറയുന്നത് that is the 8th one that is organizations. Organization അതായത് കമ്പനി എന്ന് പറയുന്നത് എന്താണ്? that is it comes under the scope of the company. business firm എന്ന് പറയുന്നത് ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് എന്താണ്? that comes under the purview of the scope of marketing ആണ്. അതായത് കമ്പനീസ് ആവട്ടെ നമ്മുടെ യൂണിവേഴ്സിറ്റിയിലെ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി നമ്മുടെ യൂണിവേഴ്സിറ്റീസ് ക്ലബ്സ് അസോസിയേഷൻസ് അങ്ങനെയുള്ള that is അവരൊക്കെ എന്താണ് in the minds of the പബ്ലിക്കിന്റെ മുന്നിൽ ഒരു ഗുഡ് ഇമേജ് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും. ആ ഗുഡ് ഇമേജ് അവർ എങ്ങനെ ക്രിയേറ്റ് ചെയ്യുന്നു എന്നാണ് പറയുന്നത്? ത്രൂ മാർക്കറ്റിംഗ് എന്നുള്ള പ്രോസസ് എക്സ്ചേഞ്ച് ചെയ്യാൻ. അതായത് ഒരു യൂണിവേഴ്സിറ്റി ആണെങ്കിൽ ഗുഡ് ക്വാളിറ്റി എഡ്യൂക്കേഷൻ കൊടുത്തുകൊണ്ട് ഓക്കെ ഇറ്റ്സ് എ ഗുഡ് കോളേജ് ഇറ്റ്സ് എ ഗുഡ് യൂണിവേഴ്സിറ്റി എന്ന രീതിയിൽ അവിടെ അവർ എന്ത് ചെയ്യാണ് മാർക്കറ്റിംഗ് തന്ത്രം വരുന്നത്. അപ്പോൾ മാർക്കറ്റിംഗിൽ ഇതിലുള്ള ഓർഗനൈസേഷൻസും വരുന്നതാണ് പറയുന്നത്. They seek the help of marketers to attract the people public patronage. public patronage പബ്ലിക്കിന്റെ സപ്പോർട്ട് കിട്ടാനാണ്. ഇന്ന യൂണിവേഴ്സിറ്റീസിലേക്ക് കൂടുതൽ ആളുകൾ വരണം, ഇന്ന കമ്പനീസിന്റെ ഷെയറുകൾ വാങ്ങണം, ഇന്ന ക്ലബിലെ മെമ്പർ ആകണം, ഇന്ന അസോസിയേഷൻസിലേക്ക് നിങ്ങൾ വരണം എന്ന രീതിയിൽ അവരുടെ ഇമേജ് കൂടണം, നല്ല കൂടുതൽ ആളുകളിലേക്ക് വരുള്ളൂ. അതിന് വേണ്ടിയിട്ട് എന്ത് ചെയ്യാറുണ്ട്? മാർക്കറ്റിംഗ് എന്ന പ്രോസസ് നടത്തുന്ന മാർക്കറ്റേഴ്സിന്റെ സഹായം ആവശ്യപ്പെടാറുണ്ട്. ദാറ്റ് ഈസ് ടു ക്രിയേറ്റ് എ പബ്ലിക് പാട്രണേജ് എന്നാണ് ടെക്സ്റ്റിൽ പറഞ്ഞിരിക്കുന്നത്. പാട്രണേജ് മീൻസ് സപ്പോർട്ട് എന്നുള്ള മീനിങ് ആണ്. And the next that comes under this scope is information. എന്താണ് ഇൻഫോർമേഷൻ എന്നാണ് പറയുന്നത്. ഇൻഫോർമേഷൻ നമ്മൾ പഠിച്ചാലേ മാർക്കറ്റിംഗ് ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് one of the function ആയിട്ട് നമ്മൾ കണ്ട കാര്യമാണ് മാർക്കറ്റിംഗിന്റെ. ഇൻഫോർമേഷൻ എന്ന് പറയുന്നത് അതായത് പല കമ്പനീസും എന്ത് ചെയ്യുന്നുണ്ട്? they are producing and marketing the information as a product. ഒരു പ്രൊഡക്റ്റുകൾ നമ്മൾ പറഞ്ഞു മാർക്കറ്റിംഗ് പറഞ്ഞാൽ ഗുഡ്സ് ആൻഡ് സർവീസസ് പ്രോഡക്റ്റുകൾ വിൽക്കുകയും വാങ്ങുകയും ചെയ്യുന്നതാണ് അല്ലേ. മാർക്കറ്റിംഗ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് ഇൻഫോർമേഷനിൽ ഒരു പ്രോഡക്റ്റ് ആയിട്ട് കണക്കിലെടുത്തുകൊണ്ട് അതിൻ്റെ എന്ത് നടക്കുന്നുണ്ട്? വിൽക്കൽ വാങ്ങി. ഇപ്പോൾ മാർക്കറ്റിംഗിന്റെ സ്കോപ്പിൽ എന്ത് വരുന്നുണ്ട്? ഇൻഫോർമേഷൻസും വരുന്നുണ്ടെന്നാണ് പറയുന്നത്. എക്സാമ്പിൾ എടുക്കുകയാണെങ്കിൽ സ്കൂള് ഒരു കോളേജ് അല്ലേ, നമുക്ക് എന്ത് ചെയ്യണം? അവർ കുറച്ച് അറിവ് പകർന്നു തന്നുകൊണ്ട് കുറച്ച് ഇൻഫർമേഷൻ തന്നുകൊണ്ട് അവരെന്ത് ചെയ്യണം? സമൂഹത്തിൽ നിലനിന്ന് പോവുകയാണ് അല്ലേ. അപ്പോൾ അതാണ് ഏറ്റവും suitable example എന്ന് പറയുന്നത് schools and colleges. Publishers of books അല്ലേ, ബുക്സ് നമ്മൾ വായിക്കുന്നതിനാണ് to gain some information ആണ് അല്ലേ. അപ്പോൾ ബുക്സ് പബ്ലിഷ് ചെയ്യുന്നവർ അവരൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? they are providing the information as a product. പ്രൊഡക്റ്റ് എന്ന് പറയുന്നത് ഇൻഫോർമേഷൻ ആണ്. പ്രൊഡക്റ്റുമായി ബന്ധപ്പെട്ട് അതിൻ്റെ എക്സ്ചേഞ്ച് നടക്കുന്നതിനൊക്കെ നമുക്ക് എന്ത് പറയാം? മാർക്കറ്റിംഗ് എന്ന് പറയാം.
ഓർഗനൈസേഷൻ എന്ന് പറയുന്നത് മാർക്കറ്റിംഗിന്റെ സ്കോപ്പിനകത്ത് വരുന്ന കാര്യമാണ്. ആൻഡ് ദി നെക്സ്റ്റ് ഈസ് ഐഡിയാസ് ആണ്. എന്താണ് ഐഡിയാസ് എന്ന് പറയുന്നത്? ഐഡിയാസ് എന്ന് പറയുന്നത് കംസ് അണ്ടർ ദി സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ് ആണ് പറയുന്നത്. മാർക്കറ്റിംഗ് ഓൾസോ ഇൻക്ലൂഡ്സ് സെല്ലിംഗ് ഓഫ് ഐഡിയാസ് ആണ് പറയുന്നത്. അതായത് ഗുഡ്സ് ആൻഡ് സർവീസസ് ആർ ദ മീഡിയ ഫോർ ഡെലിവറിങ് സം ഐഡിയ. ആലോചിച്ച് നോക്കി. അതായത് ചില ഐഡിയാസ് നമുക്ക് ജനങ്ങളിലേക്ക് എത്തിക്കണമെന്നുണ്ടെങ്കിൽ, ചില ഐഡിയാസ് ചിലൊരു കോൺസെപ്റ്റുകൾ ജനങ്ങളിലേക്ക് എത്തിക്കണമെങ്കിൽ അതിന് എന്ത് ചെയ്യും? ചില പ്രോഡക്ട്സുകൾ ആവശ്യമാണ്, ചില ഗുഡ്സുകൾ യൂസ് ചെയ്തുകൊണ്ടെങ്കിൽ ചില പ്രോഡക്ട്സുകൾ, ചില സർവീസസുകൾ യൂസ് ചെയ്തുകൊണ്ടാണ് അത് ജനങ്ങളിലേക്ക് എത്തുന്നത്. ഈ ഗുഡ്സ്, സർവീസസ്, പ്രോഡക്റ്റ് എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? നമ്മൾ പഠിച്ചതാണ് അല്ലേ? മാർക്കറ്റുകളിൽ വരുന്ന ചില എലമെന്റുകളാണ്. അതാണ് പറയുന്നത്. That is, the goods and services are the media for the media. Goods and services are the media for delivering some idea or benefit. For example, പറയുന്നത് നമ്മുടെ മനസ്സിൽ ഹെൽത്ത് എന്ന് പറയുന്നത്, ഹെൽത്ത് എന്നുള്ള ഒരു കോൺസെപ്റ്റ് നമ്മൾ മനസ്സിലാക്കിയിട്ടുണ്ടെങ്കിൽ ഉടനടി നമ്മൾ എന്താണ്, നമുക്ക് എന്തെങ്കിലും ഒരു അൺഹെൽത്തി തോന്നിയിട്ടുണ്ടെങ്കിൽ we will see a doctor and we will take some medicines. അല്ലേ? മെഡിസിൻ എന്ത് ചെയ്യുന്നത്? മാർക്കറ്റിംഗിലേക്ക് പോകുന്നുണ്ട്. അപ്പോൾ മെഡിസിൻസ് എന്ന ഐഡിയ ഓഫ് ഹെൽത്ത് ആണ്. അതുപോലെ തന്നെ എന്താണ്, നമ്മൾ ഈ അടുത്ത കാലത്ത് നമ്മുടെ കോവിഡൊക്കെ വന്നപ്പോൾ കോവിഡിൻ്റെ ചില ഇൻഷുറൻസ് എടുക്കുന്നുണ്ട്. കാരണം എന്താണ്? നമുക്ക് അതുമൂലം പല നഷ്ടങ്ങൾ ഉണ്ടാകുന്നുണ്ടല്ലേ. അപ്പോൾ അതാണ് പറയുന്നത്. അപ്പോൾ ഒരു സെക്യൂരിറ്റി, നമ്മുടെ വീടിന് സെക്യൂർഡ് ആവണം, നമ്മുടെ ലൈഫിന് ഒരു സെക്യൂർഡ് ആവണം എന്നാണെങ്കിൽ നമ്മൾ എന്ത് ചെയ്യും? വി വിൽ ഇൻ അവർ മൈൻഡ് an idea of insurance അല്ലേ? അതാണ് പറയുന്നത്. സെക്യൂരിറ്റി എന്ന് പറയുന്നത് നമ്മുടെ മനസ്സിലേക്ക് ഒരു ഐഡിയ എന്ന് പറയുന്നത് അതിൻ്റെ സെക്യൂരിറ്റി എന്നുള്ള ഐഡിയ എന്താ നമുക്ക് തരുന്നത്? ഇൻഷുറൻസ് തരുന്നു. പിന്നെ എന്താണ്, നമുക്കൊരു കംഫർട്ട്നെസ് തോന്നാറുണ്ട്. ഇപ്പം നമ്മുടെ റൂമിൽ നല്ല ചൂടുകാലാണ് അല്ലേ? ചൂടുകാലത്ത് നമുക്ക് നല്ല സുഖത്തിൽ റൂമിലിരിക്കണം തോന്നുകയാണെങ്കിൽ നമ്മൾ ഫസ്റ്റ് വി തിങ്ക് ഓഫ് ഫാനിനേക്കാൾ കൂടുതൽ നമ്മൾ ഇതിനെ കുറിച്ച് ചിന്തിക്കുന്നത് എയർ കണ്ടീഷൻ ഉണ്ടായിരുന്നെങ്കിൽ അല്ലെ, AC ഉണ്ടായിരുന്നെങ്കിൽ. അപ്പോൾ കംഫർട്ട് എന്ന രീതിയിലേക്ക് നമ്മുടെ മനസ്സിലേക്ക് ഒരു ഐഡിയ വരുന്നത് ദാറ്റ് ഈസ് നോട്ട് എയർ കണ്ടീഷൻ ആണ്. അപ്പോൾ അതൊക്കെ ഗുഡ്സ് പ്രോഡക്ട്സുകളാണ് അല്ലേ? ആ പ്രോഡക്ട്സുകൾ നമുക്ക് എന്ത് ഐഡിയ തരുന്നു? കംഫർട്ട് എന്നൊരു ഐഡിയ തരുന്നു. AC ആണെന്നുണ്ടെങ്കിൽ. ഇൻഷുറൻസ് ആണെങ്കിൽ സെക്യൂരിറ്റി എന്നൊരു ഐഡിയ തരുന്നു. പിന്നെ അതുപോലെ തന്നെ എന്താണ്, മെഡിസിൻ ആണെങ്കിൽ നമുക്ക് ഹെൽത്തി എന്നുള്ള രീതിയിലുള്ള ഐഡിയ തരുന്നു. അതുകൊണ്ടാണ് പറയുന്നത് ഐഡിയാസും ഇതിൻ്റെ സ്കോപ്പിൽ വരുന്ന കാര്യങ്ങളാണ്. കംസ് അണ്ടർ ദി സ്കോപ്പ് ഓഫ് ഇതാണ് മാർക്കറ്റിംഗ്. ക്ലിയർ? ഇത്രയാണ് മാർക്കറ്റിംഗിന്റെ സ്കോപ്പ്. പഠിച്ചിരിക്കേണ്ടതാണ് സ്കോപ്പ് ഓഫ് മാർക്കറ്റിംഗ്. ക്ലിയർ? And the next that we have to discuss is about the importance of marketing. The importance of marketing. Importance of marketing. മാർക്കറ്റിംഗ് ഇല്ലാതെ ഒരു കാര്യം, അതായത് ജനങ്ങളെ സാറ്റിസ്ഫൈ ചെയ്തതാണ് മാർക്കറ്റിംഗ് എന്നൊക്കെ നമ്മൾ പറഞ്ഞില്ല. ഗുഡ്സ് ആൻഡ് നോൺസുകൾ നോക്കി ഗുഡ്സ് ആൻഡ് സർവീസസ് അല്ലെങ്കിൽ പ്രോഡക്ട്സുകൾ കൊടുക്കുന്നതാണ്, എക്സ്ചേഞ്ച് നടത്തുന്നതാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമുക്ക് പറയാം മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? ഇസ് എൻ ഇന്റഗ്രൽ പാർട്ട് ഓഫ് ഹ്യൂമൻ ലൈഫ്. ഇന്റഗ്രൽ എന്ന് പറയുന്നത് ഇമ്പോർട്ടൻറ്റ് എന്നാണ് മീനിങ് കേട്ടോ. ഇസ് എൻ ഇമ്പോർട്ടൻറ്റ് പാർട്ട് ഓഫ് human life ആണ്. And the benefits of the marketing can be studied under 3 heads. Importance of marketing നമുക്ക് 3 ഹെഡുകളിലാണ് നമുക്ക് പഠിക്കാനായിട്ട് സാധിക്കും. ഫസ്റ്റ് പറയുന്നത് ഇമ്പോർട്ടൻസ് ഓഫ് ബെനിഫിറ്റ്സ് എന്നാണ്. ബെനിഫിറ്റ്സ് നോ അഡ്വാൻറ്റേജസ് നോ ചോദിച്ചു കഴിഞ്ഞാൽ we can write the same as benefits of advantages. ഫസ്റ്റ് എന്താണ്? ഇതുകൊണ്ട് ആർക്കാണ് മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ ഇമ്പോർട്ടൻ്റ്, അല്ലെങ്കിൽ ഇതുമൂലം ആർക്കാണ് ആദ്യം ഇമ്പോർട്ടൻസ് ബെനിഫിറ്റ് കിട്ടുന്നതാണ്. ഫസ്റ്റ് എന്താണ്? ബെനിഫിറ്റ്സ് ടു ദി സൊസൈറ്റി. ഫസ്റ്റ് എന്താണ്? ബെനിഫിറ്റ്സ് ടു ദി സൊസൈറ്റി. 3 ഹെഡിലാണ് നമ്മൾ പഠിക്കാൻ പോകുന്നത്. ആദ്യം ബെനിഫിറ്റ്സ് ടു ദി സൊസൈറ്റി. എന്താണ് ബെനിഫിറ്റ്സ് ടു ദി സൊസൈറ്റി എന്ന് പറഞ്ഞെങ്കിൽ, അതായത് സൊസൈറ്റി എന്ന് പറഞ്ഞാൽ ജനങ്ങളാണ്, നമ്മളാണ് അല്ലെ, കൺസ്യൂമേഴ്സ് ആണ്. അതായത് കൺസ്യൂമേഴ്സിനെ പ്രൊഡ്യൂസറുമായിട്ട് ലിങ്ക് ചെയ്യുന്ന വൺ ഓഫ് ദി ഫാക്ടറാണ്, വൺ ഓഫ് ദി പ്രോസസ് ആണ്. അതിന്റെ ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത് എന്താണ്? മാർക്കറ്റിംഗ് കണക്ട്സ് ദ പ്രൊഡ്യൂസർ പ്രൊഡ്യൂസറിനെയും അതുപോലെ തന്നെ കൺസ്യൂമേഴ്സിനെ എന്തിനാണ് കണക്ട് ചെയ്യുന്ന സംഭവമാണ് എന്ന് പറയുന്നത് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. തന്നെയാണ് ഫസ്റ്റ് ബെനിഫിറ്റ് എന്ന് പറയുന്നത്. അതായത് മാർക്കറ്റിംഗ് നമുക്ക് എന്ത് തരുന്നു? കൺസ്യൂമേഴ്സിന് അവരുടെ നീഡ്സ് ആൻഡ് വാണ്ട്സുകൾ സാറ്റിസ്ഫൈ ചെയ്യുന്ന രീതിയിൽ പ്രോഡക്റ്റുകൾ അല്ലെങ്കിൽ ന്യൂ പ്രോഡക്ട്സുകളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്? അതാണ് ഫസ്റ്റ് ബെനിഫിറ്റ് പറയുന്നത്. സെക്കൻഡ് എന്താണ് പറയുന്നത്? സെക്കൻഡ് ബെനിഫിറ്റ് ഇതിനകത്ത് തന്നെ വരുന്ന സം പോയിന്റ്സ് ആണ്. സൊസൈറ്റിക്ക് പ്രൊഡ്യൂസറിനെ കൺസ്യൂമറിനെ ലിങ്ക് ചെയ്യുന്നുണ്ട്. സെക്കൻഡ് പറയുന്നത് എന്താണ്? It increases the standard of living of people. Increases the standard of living of people. Another importance is the features of the പഠിച്ചതാണ്. Standard of living of the people.
ആളുകളുടെ ജീവിത നിലവാരം എങ്ങനെയാണെന്നുള്ളതാണ് ഹൈ പ്രൈസ് ഗുഡ്സുകളെ ലോ പ്രൈസ് ഏരിയയിലേക്ക് കൊണ്ടുവന്നിട്ടും അതുപോലെ തന്നെ എന്താണ് സാധനങ്ങൾ കിട്ടാത്ത എന്താണ് സർപ്ലസ് ഏരിയയിൽ നിന്ന് ഡെഫിസിറ്റ് ഏരിയയിലേക്ക് കൊണ്ടുവന്നിട്ട് പ്രൈസ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുന്നു. പ്രൈസ് സ്റ്റെബിലിറ്റി മെയിൻറ്റെയിൻ ചെയ്യുമ്പോൾ എന്ത് ചെയ്യാം, ഒരുവിധം എല്ലാ കൺസ്യൂമേഴ്സും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുന്നുണ്ട്, ഏബിൾ ടു പർച്ചേസ് ഇറ്റ്. അവരെന്ത് ചെയ്യാം, അവരുടെ ജീവിത നിലവാരം ലിവിംഗ് കൂട്ടാനായിട്ട് ഹെൽപ്പ് ചെയ്യുന്നു. ഓക്കെ, നെക്സ്റ്റ് എന്താണ് സൈക്കിൾ ഇറ്റ് റെഡ്യൂസസ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. മാർക്കറ്റിംഗ് ഏരിയയിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാനാണ്. റെഡ്യൂസസ് ദി കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ. ചെലവ് കുറച്ചാൽ കഴിഞ്ഞ ക്ലാസ്സിൽ എക്സാമ്പിൾ പറഞ്ഞിരുന്നു അല്ലേ, ചെലവ് കുറച്ചിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, നമുക്ക് സെല്ലിംഗ് പ്രൈസ് അതിന്റെ പ്രൈസ് കുറച്ച് സംഭവം മാർക്കറ്റിലേക്ക് വിൽക്കാനായിട്ട് സാധിക്കും. അതിന്റെ വില കുറവാണെങ്കിൽ കൂടുതൽ ജനങ്ങൾക്ക് അത് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അപ്പോൾ സൊസൈറ്റിക്ക് ഒരു ബെനിഫിറ്റ് അല്ലേ. അതാണ് പറയുന്നത് മാർക്കറ്റിംഗ് ഹെൽപ്സ് ടു റിഡ്യൂസ് ദ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഗുഡ്സ് ആൻഡ് പ്രൊവൈഡ്സ് ദ ഗുഡ്സ് അറ്റ് ലോവർ പ്രൈസ്. ചെലവ് കുറച്ചിട്ടുണ്ടെങ്കിൽ കമ്പനി എത്ര തന്നെ പ്രോഫിറ്റ് വരും. ഞാൻ എക്സാമ്പിൾ പറഞ്ഞപ്പോൾ 2 rupees ആണ് കോസ്റ്റ് വരുന്നതെങ്കിൽ 2 രൂപ പ്രോഫിറ്റ് 12 രൂപയ്ക്കാണ് കമ്പനിക്ക് എന്ത് ചെയ്യാൻ പറ്റി, 10 രൂപ കോസ്റ്റ് എന്നത് 9 രൂപയാക്കാനായിട്ട് സാധിച്ചു. എന്ത് ചെയ്യാൻ പറ്റി, 9 രൂപയാക്കാനായിട്ട് സാധിച്ചു. 2 രൂപയുടെ പ്രോഫിറ്റ് കമ്പനിയുടെ പ്രോഫിറ്റ് മാർജിൻ 2 രൂപയാണെങ്കിൽ 9 പ്ലസ് 2 എത്രയാണ്, 11 രൂപയ്ക്ക് ജനങ്ങൾക്ക് ആ സാധനം കൊടുക്കാനായിട്ട് സാധിക്കും. കേട്ടോ, നമുക്ക് ലോ പ്രൈസിൽ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറച്ചുകൊണ്ട് ജനങ്ങൾക്ക് കുറഞ്ഞ വിലയിൽ സാധനങ്ങൾ കൊടുക്കാനായിട്ട് മാർക്കറ്റിംഗ് ഹെൽപ്പ്. നെക്സ്റ്റ് എന്താണെന്നാണ് പറയുന്നത്, increases the purchasing power. Increases the purchasing power. Purchasing power എന്താണ്, purchasing power പറയുന്നത് അതായത് നമ്മുടെ കാശ് വേണം അല്ലേ, പൈസ ഇല്ലെങ്കിലാണ് നമുക്ക് സാധനങ്ങൾ വാങ്ങിക്കാനായിട്ട് സാധിക്കുള്ളൂ. ഈ പർച്ചേസിംഗ് പവർ കുറഞ്ഞ വിലയ്ക്ക് സാധനങ്ങൾ കിട്ടുമ്പോൾ നമ്മൾ എന്ത് ചെയ്യും, ആദ്യം നമ്മൾ നേരത്തെ കണ്ട എക്സാമ്പിൾ 12 രൂപയ്ക്കാണ് 10 കിലോ കിട്ടിയത്, 120 rupees കൊടുക്കണമായിരുന്നു അല്ലേ. അതേസമയം 15 രൂപയ്ക്ക് കിട്ടിക്കണമെങ്കിൽ നമ്മൾ 110 രൂപ കൊടുത്താൽ എന്ത് ചെയ്യാം, അപ്പോൾ നമുക്ക് വേണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാം, അവിടെ ഒരു 10 കിലോ 15 കിലോ ആയാലും വലിയ പ്രശ്നങ്ങൾ ഉണ്ടാക്കില്ല. അതാണ് നെക്സ്റ്റ് പറയുന്നത്, നമുക്ക് എന്ത് ചെയ്യാം, നമ്മുടെ പർച്ചേസിംഗ് പവർ കിട്ടുന്നു, വില കുറച്ച് തരുന്നുണ്ട്. അത് ഇതിലേക്ക് നയിക്കുന്നതാണ് പറയുന്നത്. ദാറ്റ് ഈസ് ഇൻക്രീസിംഗ് നാഷണൽ ഇൻകം. അതിന്റെ increasing national income. Increasing national income. ഒരു രാജ്യത്ത് ഒരു കൊല്ലം നടക്കുന്ന ഗുഡ്സ് ആൻഡ് സർവീസസിന്റെ വാല്യൂ ആണ് നാഷണൽ ഇൻകം എന്ന് പറയുന്നത്. അതുവഴി എന്ത് ചെയ്യുന്നു, നാഷണൽ ഇൻകം കൂട്ടും. ക്ലിയർ. നെക്സ്റ്റ് എന്താണ് പറയുന്നത്, ബെനിഫിറ്റ്സ് ടു ദ സൊസൈറ്റി ആണ് കേട്ടോ. നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ്സ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് എന്നാണ്. ഇറ്റ് പ്രൊവൈഡ്സ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റി, തൊഴിലവസരങ്ങൾ സൊസൈറ്റിയിലുള്ള ആ ഒരു കമ്മ്യൂണിറ്റി അല്ലെങ്കിൽ നമ്മുടെ രാജ്യത്തുള്ള ആളുകൾക്ക് എന്ത് ചെയ്യുന്നുണ്ട്, മാർക്കറ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്, തൊഴിലവസരങ്ങൾ കൊടുക്കും. അത് നമുക്ക് ഡീറ്റെയിലേക്ക് പോകേണ്ട കാര്യങ്ങളൊന്നുമില്ല, നമുക്ക് അറിയുന്ന കാര്യങ്ങളാണ്. മാർക്കറ്റിംഗ് എന്ന ബസ്സിൽ ഒരുപാട് ആളുകൾ അതിനകത്ത് ഇന്റർമീഡിയറ്റ്സ് ആയിട്ടും എല്ലാ കാര്യങ്ങൾക്കായിട്ടുള്ള തീർച്ചയായും എന്ത് ചെയ്യുന്നുണ്ട്, ദാറ്റ് ഈസ് എംപ്ലോയ്മെന്റ് ഓപ്പർച്യൂണിറ്റീസ് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. നെക്സ്റ്റ് എന്താണ് പറയുന്നത്, മാർക്കറ്റിംഗ് helps to ensure adequate supply of goods. Ensure adequate supply of adequate supply of goods. മതിയായത് ജനങ്ങൾക്ക് ആവശ്യമുള്ള ഗുഡ്സുകൾ പ്രൊവൈഡ് ചെയ്യാനായിട്ട്, ഗുഡ്സ് അല്ല സർവീസ് ആവട്ടെ പ്രോഡക്ട്സ് ആവട്ടെ അത് പ്രൊവൈഡ് ചെയ്യാനായിട്ട് ജനങ്ങൾ സൊസൈറ്റിയുമായി ബന്ധപ്പെട്ടാണല്ലേ, ജനങ്ങൾക്ക് എന്ത് സാധനം ആവശ്യമുണ്ടെങ്കിൽ അത് ജനങ്ങളിലേക്ക് എത്തിക്കും. അത് എവിടുന്ന്, ഫ്രം ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ കൺട്രി, രാജ്യത്തിന്റെ പല പല ഭാഗങ്ങളിൽ നിന്ന് അത് ജനങ്ങളിലേക്ക് എത്തിക്കുന്നുണ്ട്. അതാണ് പറയുന്നത് മാർക്കറ്റിംഗ് ഹെൽപ്സ് ടു എൻഷുർ ആഡക്വേറ്റ് സപ്ലൈ ഓഫ് ഗുഡ്സ് ഇൻ ഡിഫറെന്റ് പാർട്സ് ഓഫ് ദ കൺട്രി. ക്ലിയർ. അതിന്റെ നെക്സ്റ്റ് പറയുന്നത് എന്താണ്, next point, that is the seventh point is marketing adds to the value of goods. Adds to the value of goods. Adds to the value of goods. നമ്മളിതിന്റെ നേച്ചറിൽ കണ്ടിട്ടുണ്ട്. നേച്ചറിൽ നോക്കിയിട്ടുണ്ടെങ്കിൽ നമുക്ക് കാണാനായിട്ട് സാധിക്കും. നേച്ചറിനകത്ത് തന്നെയുള്ള 5th പോയിന്റ് എടുക്കുന്നുണ്ട്. ഫീച്ചേഴ്സ് ഓഫ് മാർക്കറ്റിംഗ് പഠിച്ചില്ലേ നമ്മൾ, നേച്ചർ ഓഫ് മാർക്കറ്റിംഗ്. അതിലെ 5th പോയിന്റ് എടുക്കുന്നുണ്ട് നമുക്ക് adds to the value of goods. അതിന് വേണ്ടി നമ്മൾ 3 യൂട്ടിലിറ്റീസ് പറഞ്ഞിരുന്നു. ടൈം യൂട്ടിലിറ്റി, അതുപോലെ തന്നെ എന്താണ് നമ്മൾ പറഞ്ഞത്, പ്ലേസ് യൂട്ടിലിറ്റി ആൻഡ് പൊസിഷൻ യൂട്ടിലിറ്റി. ഈ
3 യൂട്ടിലിറ്റി വഴി എന്ത് ചെയ്യുന്നുണ്ട് ഗുഡ്സിന്റെ വാല്യൂ കൃത്യസമയത്ത് പറഞ്ഞ സമയങ്ങളിൽ ആ സാധനത്തിന്റെ ഓണർഷിപ്പ് കൈമാറാനായിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്. Okay, and the next that's benefit to society എന്ന് പറയുന്നത് എന്താണ്? That is according to marketing ഒരു concept ഉണ്ട്. That is എന്താണ്? Societal marketing concept. നമ്മൾ ഡീറ്റെയിൽ പഠിക്കുന്ന societal marketing concept എന്ന് പറയുന്ന concept ഉണ്ട്. അത് society നമുക്ക് അറിയാലോ societal marketing concept എന്ന് പറയുന്നത് അത് സൊസൈറ്റിക്ക് വേണ്ടിയുള്ള അങ്ങനെ ഒരു കോൺസെപ്റ്റ് എന്തുണ്ടെന്നാണ് പറയുന്നത് മാർക്കറ്റിംഗിലുണ്ട്. ആൻഡ് ദീസ് ആർ ഈ പറയുന്ന സൊസൈറ്റൽ മാർക്കറ്റ് കോൺസെപ്റ്റ് എന്ത് ചെയ്യാണ് ഇതിന്റെ എല്ലാ ആക്ടിവിറ്റീസും അതായത് മാർക്കറ്റിംഗിന്റെ എല്ലാ ആക്ടിവിറ്റീസും എന്തിനു വേണ്ടിയുള്ളതാണ് ടുവേർഡ്സ് ദി വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി. എന്തിനു വേണ്ടിയുള്ളതാണ് വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി. സൊസൈറ്റിയുടെ നന്മയ്ക്ക് വേണ്ടിയുള്ള ജനങ്ങളുടെ നല്ലതിന് വേണ്ടി അല്ലെങ്കിൽ ഉന്നമനത്തിന് വേണ്ടിയുള്ള കാര്യങ്ങളത് ഗുഡ് പ്രോഡക്ട്സ് ഗുഡ് ക്വാളിറ്റിയിൽ റൈറ്റ് ടൈമിൽ റൈറ്റ് പ്ലേസിൽ ആഡിക്വേറ്റ് സപ്ലൈ കൊടുക്കുമ്പോൾ അത് സൊസൈറ്റിയിലെ ജനങ്ങൾക്ക് തന്നെയാണ് അതുകൊണ്ട് ഗുണമെന്ന് പറയുന്നത് അല്ലേ. അതാണ് പറയുന്നത് അക്കോർഡിംഗ് ടു ദ സോഷ്യൽ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് ഓഫ് മാർക്കറ്റിംഗ് അനുസരിച്ച് എല്ലാ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസും എന്താണ് എന്തിനാണ് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നത് വെൽഫെയർ ഓഫ് ദി സൊസൈറ്റി. ക്ലിയർ? ഇത്രയാണ് പറയുന്നത് ബെനിഫിറ്റ്സ് ടു ദ സൊസൈറ്റി. ഒരു എന്താണ് 8 പോയിന്റ്സ് പറയുന്നത് സൊസൈറ്റിയുടെ ബെനിഫിറ്റ്സ് പറഞ്ഞു. ക്ലിയർ? And the second that is after benefits second is benefits to the individual business. Second benefit ആണ് benefits to the individual business. To the individual business. Individual business firm അതായത് ആ സ്ഥാപനത്തിൽ എന്ത് ചെയ്യുന്നു മാർക്കറ്റിംഗിൽ അതായത് പല benefits ആണ്. Second benefit 3 കാറ്റഗറീസ് ആണ് പഠിക്കുന്നത് പറഞ്ഞു. Second എന്താണ് benefits to the individual business. എന്തൊക്കെയാണെന്നാണ് പറയുന്നത്. അതിൽ ഫസ്റ്റ് പറയുന്നത് അതിനകത്ത് എന്തൊക്കെയാണ് ബിസിനസ് മാർക്കറ്റിംഗിന്റെ എന്തൊക്കെ ഉപയോഗങ്ങളുണ്ടെന്നാണ് പറയുന്നത്. ഫസ്റ്റ് പറയുന്നതാണ് ഇൻക്രീസ് ദ വോളിയം ഓഫ് സെയിൽസ്. ഇറ്റ് ഇൻക്രീസസ് ദി വോളിയം ഓഫ് സെയിൽസ്. അല്ലെ കൺഫ്യൂഷൻ ഉണ്ടാകും ഡീറ്റെയിൽ മാർക്കറ്റിംഗ് ഉണ്ടെങ്കിൽ ബിസിനസ് നല്ല രീതിയിലുള്ള മാർക്കറ്റിംഗ് എന്ന് പറയുന്ന ഇൻസ്റ്റിറ്റ്യൂട്ട് നടക്കുന്നുണ്ടെങ്കിൽ തീർച്ചയായും ആ ഒരു ബിസിനസിന്റെ അല്ലെങ്കിൽ ആ ഫേമിന്റെ സെയിൽസിന്റെ വോളിയം എന്ത് ചെയ്യും കൂടും. ക്ലിയർ? സെക്കൻഡ് എന്താണെന്നാണ് പറയുന്നത് നമ്മൾ പഠിച്ച കാര്യം തന്നെയാണ് that it reduces the helps to lower the cost of production. അത് വലിയൊരു ഫാക്ടറാണ് കേട്ടോ. helps to lower the cost of production. പ്രൊഡക്ഷൻ കോസ്റ്റ് കുറയ്ക്കാനായിട്ട് മാർക്കറ്റിംഗ് ഇങ്ങനെയാണ് നമ്മൾ ഫങ്ഷൻസ് പഠിച്ചു അല്ലേ. ഫങ്ഷൻസ് പഠിച്ചപ്പോൾ നമ്മളൊക്കെ ഫെസിലിറ്റേറ്റ് രണ്ടാമത്തെ ഫങ്ഷൻ പഠിച്ചിട്ട് ഫങ്ഷൻസ് ഓഫ് ഫിസിക്കൽ സപ്ലൈ എന്ന് പറഞ്ഞിട്ട് അതിനകത്ത് 2 ഫങ്ഷൻ പറഞ്ഞിട്ടും ട്രാൻസ്പോർട്ടേഷൻ സ്റ്റോറേജ് എന്ന് പറഞ്ഞു. അതിൽ ആ ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് ഒക്കെ നമുക്ക് എന്ത് ചെയ്യാൻ വേണമെങ്കിൽ കൊടുക്കാം. അതായത് പല പല ഷിഫ്റ്റുകളായിട്ട് കൊണ്ടുപോകുന്ന ഗുഡ്സ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്കത് കൊള്ളുമെങ്കിൽ ഒറ്റ ഷിഫ്റ്റായിട്ട് എന്ത് ചെയ്യാം കൊടുത്തായിരിക്കും. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം ട്രാൻസ്പോർട്ട് 10 പ്രാവശ്യം വണ്ടിയുടെ വാടക കൊടുക്കുന്നതിനേക്കാൾ നല്ല എന്ത് ചെയ്യാം ഒറ്റ പ്രാവശ്യം തന്നെയാണ് ആ വണ്ടിക്ക് വാടക ആ വീട്ടിലേക്കുള്ള വാടക കൊടുക്കേണ്ടതുള്ളൂ. ആ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം ട്രാൻസ്പോർട്ടേഷൻ കോസ്റ്റ് കൊടുക്കാം. സ്റ്റോറേജ് അവിടെ തന്നെയാണ്. നമ്മൾ എന്തായാലും മാസം ഇത്ര വാടകയിലേക്ക് കൊടുക്കുന്നുണ്ടായിരിക്കാം. അത് നമ്മൾ മാക്സിമം കപ്പാസിറ്റി യൂട്ടിലൈസേഷൻ നടത്തിയിട്ടുണ്ടെങ്കിൽ നമ്മൾ എന്തായാലും ആ കൊടുക്കേണ്ട വാടക എന്ന് പറഞ്ഞാൽ അത്ര തന്നെയായിരിക്കും. അതുപോലെ തന്നെ ആലോചിക്കും നമ്മൾ റോ മെറ്റീരിയൽസ് ഒക്കെ വാങ്ങിക്കുമ്പോൾ ബൾക്കായിട്ട് നല്ല കൃത്യമായ പ്ലാനിങ്ങോടുകൂടി ബൾക്കായിട്ട് നല്ലോണം വാങ്ങിക്കുകയാണെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് വില കുറച്ച് കിട്ടും അല്ലേ. ബൾക്കായിട്ട് വാങ്ങിക്കുമ്പോൾ നമുക്ക് പല ഡിസ്കൗണ്ട്സും കാര്യങ്ങളൊക്കെ കിട്ടും. അത് മാത്രമല്ല അങ്ങനെയുള്ള റോ മെറ്റീരിയൽസ് കൊണ്ടുവരുന്നതിൻ്റെ എന്ത് ചെയ്യും ചെലവ് കുറയും. പല പ്രാവശ്യമായിട്ട് വാങ്ങിക്കുകയാണെങ്കിൽ പല പ്രാവശ്യമായിട്ട് ഇത് കൊണ്ടുവരുമ്പോൾ അതിൻ്റെയൊക്കെ പൈസ കൊടുക്കേണ്ടി വരും. അപ്പോൾ ആ രീതിയിൽ എന്ത് ചെയ്യുന്നുണ്ട് മാർക്കറ്റിംഗ് കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാനും അതുപോലെ കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ മാത്രമല്ല കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ കോസ്റ്റ് കുറയ്ക്കാനും കൃത്യമായി പ്ലാൻ ചെയ്തിട്ട് സപ്ലൈ നടത്തുകയാണെന്നുണ്ടെങ്കിൽ അതിൻ്റെ എന്ത് ചെയ്യും ബിസിനസ് ഫേമിനെ സംബന്ധിച്ചത് കുറച്ച് ലാഭകരമായിരിക്കും. എന്താണ് നെക്സ്റ്റ് പറയുന്നത് ഇറ്റ് ഹെൽപ്സ് ടു ജനറേറ്റ് റവന്യൂ അല്ലേ. ഒരു ബിസിനസ് നമ്മൾ നടത്തുന്നതിന് വേണ്ടിയിട്ടാണ് ഇൻകം ഇൻകം ആയിട്ട് ബിസിനസ് ഫേം ടു ഇതാണ് ഏൺ റവന്യൂ ഇൻകം ഉണ്ടാക്കാനായിട്ട് അല്ലെ. മാർക്കറ്റിംഗ് എന്നുള്ള അവിടെ എക്സ്ചേഞ്ച് നടക്കുമ്പോൾ അവർക്ക് എന്ത് ചെയ്യുന്നു ലാഭം കിട്ടും അല്ലെങ്കിൽ ലാഭം അല്ലെങ്കിൽ ഇൻകം കിട്ടും എന്നാണ് പറയുന്നത്. മാത്രമല്ല അതാണ് അതിൻ്റെ നെക്സ്റ്റ് അതായത് അല്ല ആ കിട്ടുന്ന ഇൻകത്തിന് ചിലവെല്ലാം കഴിച്ചിട്ടാണ് അവർക്ക് എന്തുണ്ടാവുന്നത് അവരുടെ പ്രോഫിറ്റ് ഉണ്ടാകുന്നത്. അതാണ് തേർഡ് ബെനിഫിറ്റ്. ആൻഡ് ഫോർത്ത് എന്താണ് മാർക്കറ്റിംഗ് ഹെൽപ്സ് ദ ഫേം ടു
survive to survive അവർക്ക് ആ ഒരു മാർക്കറ്റിൽ നിലനിന്ന് പോകണം. നിലനിന്ന് പോയാൽ മാത്രമല്ല ഗ്രോ ചെയ്യണം. വളരെ പല ബിസിനസ് ഫേമിനെ സംബന്ധിച്ച് അടച്ചുപൂട്ടാൻ വേണ്ടിയല്ല ബിസിനസ് ഫേം സ്റ്റാർട്ട് ചെയ്തത്. അതെന്ത് ചെയ്യാണ് ഫേംസിനോട് സർവൈവ് ചെയ്ത് അവിടെ തന്നെ നിലനിന്നത് പതുക്കെ എന്ത് ചെയ്യാണ് അവർക്ക് ഗ്രോ ചെയ്യണം. പ്രത്യേകിച്ച് ഇന്നത്തെ കാലത്തെ കോമ്പറ്റേറ്റീവ് വേൾഡിൽ ഇതാണ് പ്രത്യേകിച്ച് ഇന്നത്തെ കോമ്പറ്റേറ്റീവ് ബിസിനസ് വേൾഡിൽ അതാണ് ഫേംസിന് സർവൈവ് ചെയ്യാനായിട്ട് നിലനിന്ന് പോകാനും അതുപോലെ തന്നെ ഗ്രോ ചെയ്യുന്നതിനും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യും. ഓക്കെ, നെക്സ്റ്റ് പറയുന്നത് എന്താണ്? That is marketing provides information to the top management. Marketing provides information to the top management. Information ആവശ്യമുള്ള ടോപ്പ് മാനേജ്മെന്റ് ആണ്. ടോപ്പ് മാനേജ്മെന്റ് ആണ് എന്ത് ചെയ്യേണ്ടത്? എപ്പോഴും ഡിസിഷൻസ് എടുക്കേണ്ടത്. ആൻഡ് ഓൺ ദ ബേസ് ഓഫ് ദിസ് ഇൻഫർമേഷൻ ആണ് എന്ത് ചെയ്യുക ഡിസിഷൻസ്. അപ്പോൾ അതുപോലെ തന്നെ ബിസിനസ് സർവീസ് മാർക്കറ്റിംഗ് എന്ത് സഹായിക്കുന്നുണ്ട്? ടോപ്പ് മാനേജ്മെന്റ് പല രീതിയിലുള്ള ഇൻഫർമേഷൻ മാർക്കറ്റ് ഇൻഫർമേഷൻ എന്ന് പറയുന്നത് നമ്മൾ പഠിച്ചതാണ്. വൺ ഓഫ് ദി എന്തായിട്ട് നമ്മൾ പഠിച്ചു? ഫംഗ്ഷൻ ആയിട്ട് പഠിച്ചു. വൺ ഓഫ് ദി സ്കോപ്പ് ആണ്. സ്കോപ്പ് തന്നെ ഡിസ്കസ് ചെയ്തപ്പോൾ നമ്മൾ അതിന് പറഞ്ഞതാണ്. അതിൻ്റെ ഒരു സ്കോപ്പ് പറയണമെങ്കിൽ ഇൻഫർമേഷൻ ഒരു പ്രൊഡക്റ്റ് ആയിട്ട് എടുത്തുകൊണ്ടിട്ട് അത് എടുക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ അത് മാർക്കറ്റിംഗിന്റെ സ്കോപ്പിൽ വരുന്ന കാര്യമാണ് അല്ലേ? അപ്പോൾ അതാണ് എടുക്കുന്നുണ്ട്. അപ്പോൾ എന്താണ്? അപ്പോൾ അങ്ങനെ ഇൻഡിവിജ്വൽ ബിസിനസ് സ്കോപ്പിനെ മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യും. ക്ലിയർ? ഇത്രയാണ് ആർക്കുണ്ടാവുന്ന ബെനിഫിറ്റ് ടു ദി ഇൻഡിവിജ്വൽ ബിസിനസ്. Okay, മൂന്ന് കാറ്റഗറിയിലേക്ക് ഡിസ്കസ് ചെയ്യാം. ഇനി നെക്സ്റ്റ് എന്താണെന്നാണ് പറയുന്നത്? ദാറ്റ് ഈസ് ബെനിഫിറ്റ് ടു ദി കൺസ്യൂമേഴ്സ്. നമ്മളാണ് കൺസ്യൂം ചെയ്യുന്നതാണ്. നമുക്ക് എന്താണ് തേർഡ് ഈസ് ബെനിഫിറ്റ് ടു ദി കൺസ്യൂമേഴ്സ്. ബെനിഫിറ്റ് ടു ദി കൺസ്യൂമേഴ്സ് എന്തൊക്കെയാണ് ഈ കൺസ്യൂമേഴ്സിനുള്ള ബെനിഫിറ്റ് എന്ന് പറയുന്നത്? ദാറ്റ് ഈസ് ഫസ്റ്റ് പറയുന്നത് എന്താണ്? മാർക്കറ്റിംഗ് ഇൻഫോംസ്. Informs the consumers. Informs the consumers. Inform ചെയ്യും ഇതിനെക്കുറിച്ച്. ഒന്നാലോചിക്കാലോ മാർക്കറ്റിംഗ് എന്ന് പറഞ്ഞാൽ എന്ത് ഇൻഫർമേഷൻ ആണ് നമുക്ക് തരിക? About the goods and services. കൺസ്യൂമേഴ്സിനെ മാർക്കറ്റിംഗ് എന്ത് ചെയ്യുന്നുണ്ട്? ഗുഡ്സ് ആൻഡ് സർവീസസിനെ കുറിച്ചുള്ള ഇൻഫർമേഷൻ കൊടുക്കുന്നു. നമുക്ക് എന്ത് അതിന്റെ ക്വാളിറ്റി എന്താണ്, അതിന്റെ പ്രൈസ് എന്താണ്, അതിന്റെ ക്വാണ്ടിറ്റി എന്താണ്, വേർ ഇറ്റ് ഈസ് അവൈലബിൾ, വെൻ ഇറ്റ് ഈസ് അവൈലബിൾ എന്നിങ്ങനെയുള്ള എല്ലാ ഇൻഫർമേഷനും തരുന്നുണ്ട് കൺസ്യൂമേഴ്സിന് മാർക്കറ്റിംഗ്. അപ്പോൾ അതാണ് ആദ്യത്തെ ബെനിഫിറ്റ് പറയുന്നത്. പിന്നെ എന്താണ് പറയുന്നത്? മാർക്കറ്റിംഗ് പ്രൊവൈഡ്സ് റൈറ്റ് ടൈം ആൻഡ് ക്വാളിറ്റി ഓഫ് സർവീസ്. റൈറ്റ് ടൈം ആൻഡ് ക്വാളിറ്റി ഓഫ് ശരിയായ രീതിയിലുള്ള ശരിയായ ക്വാളിറ്റിയിലുള്ള പ്രോഡക്ട്സുകൾ ആർക്ക് തരുന്നുണ്ട്? കൺസ്യൂമേഴ്സിന് തരുന്നുണ്ട്. ആൻഡ് ബൈ ഗിവിംഗ് ദിസ് ദേ ആർ സാറ്റിസ്ഫൈയിങ് ദ കൺസ്യൂമേഴ്സ്. Clear? Marketing provides the right time and quality of goods to satisfy the needs of consumers. അതും കൺസ്യൂമേഴ്സിനെ സംബന്ധിച്ച് മാർക്കറ്റിംഗ് കൊണ്ടുള്ള ഒരു ഉദാഹരണം. ക്ലിയർ? ആൻഡ് നെക്സ്റ്റ് പറയുന്നത് എന്താണ്? മാർക്കറ്റിംഗ് ഹെൽപ്സ് ദ കൺസ്യൂമേഴ്സ് ടു ചൂസ് ഫ്രം വെറൈറ്റി ഓഫ് ഗുഡ്സ്. ചൂസ് ഫ്രം വെറൈറ്റി ഓഫ് ഗുഡ്സ്. നമുക്കറിയാം നമ്മുടെ ഈ ഒരു കോമ്പറ്റീറ്റീവ് വേൾഡിനകത്ത് എന്താണ്? Different varieties of goods are available, different brands are available. അതിൽ നിന്നാണ് സെലക്ട് ചെയ്യാനായിട്ട് മാർക്കറ്റിംഗ് കാരണം നമുക്ക് എല്ലാ ഇൻഫർമേഷൻ തരുന്ന കൺസ്യൂമേഴ്സിന് അതിൽ ഏതാണ് പ്രൊഡക്റ്റ്, ഏതാണ് വില കൂടിയത്, ഏതാണ് വില കുറഞ്ഞത്, ഏതാണ് കൂടുതൽ ക്വാണ്ടിറ്റി ഉള്ളത്, ഏതാണ് കൂടുതൽ ക്വാളിറ്റി വൈസ് എന്നുള്ള പല ഇൻഫർമേഷൻസ് തരുന്നുണ്ട്. ആ വെറൈറ്റി ഓഫ് പ്രോഡക്ട്സ് നമുക്ക് ഏറ്റവും നമ്മുടെ നീഡ്സ് ആൻഡ് വാണ്ട്സ് സാറ്റിസ്ഫൈ ചെയ്യുന്ന നല്ലൊരു പ്രോഡക്റ്റ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ചൂസ് ചെയ്യാനായിട്ട് സാധിക്കും. അതാണ് പറയുന്നത്. ആൻഡ് ദ നെക്സ്റ്റ് പോയിന്റ് എന്താണ് പറയുന്നത്? മാർക്കറ്റിംഗ് ഹെൽപ്സ് ടു ലോവർ ദി പ്രൈസ് ഓഫ് പ്രൊഡക്ട്സ്. ഹെൽപ്സ് ടു ലോവർ ദി പ്രൈസ് ഓഫ് പ്രൊഡക്ട്സ്. ലോവർ ദി എന്താണ്? വില കുറയ്ക്കാനായിട്ട് പ്രൊഡക്ട്സിനെ വില കുറയ്ക്കാനായിട്ട് കാരണം നമ്മൾ പഠിച്ചതാണ്. കാരണം കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറയ്ക്കാനായിട്ട് മാർക്കറ്റിംഗ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ നേരത്തെ പറഞ്ഞ എക്സാമ്പിൾ പ്രകാരം എന്ത് ചെയ്യും? സെല്ലിംഗ് പ്രൈസ് ആണ് നമുക്ക് കുറഞ്ഞു കിട്ടുക അല്ലേ? സെല്ലിംഗ് പ്രൈസ് കുറഞ്ഞു കിട്ടുമ്പോൾ നമുക്ക് കൺസ്യൂമേഴ്സിന് അതിനോട് ഏറ്റവും ഗുണം നമുക്ക് വില കുറഞ്ഞിട്ട് നല്ല ക്വാളിറ്റി പ്രൊഡക്ട്സ് വാങ്ങിക്കാനായിട്ട് സാധിക്കും. അതാണ് പറയുന്നത് കൺസ്യൂമേഴ്സിന് ബെനിഫിറ്റ് പറയുന്നതാണ്. മാർക്കറ്റിംഗ് ഹെൽപ്സ് ടു ലോവർ ദി പ്രൈസ് ഓഫ് പ്രൊഡക്ട്സ്. പ്രൊഡക്ട്സിന്റെ പ്രൈസ് കുറയ്ക്കാനായിട്ട് മാർക്കറ്റിംഗ് ചെയ്യുന്നുണ്ട്, ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇത്രയാണ് നമ്മൾ എന്ന് പറയുന്നത്. ദാറ്റ് ഈസ് ഇമ്പോർട്ടൻസ് ഓഫ് മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്.
society, second is the individual business firm, and third society second is the individual business firm next is to consumers main ആയിട്ട് ഹെഡിങ്ങുകൾ studying the benefits of clear. ഇത്രയാണ് നമ്മൾ ഇന്നത്തെ ഇതിന് പറയുന്നത്. നമ്മൾ സ്കോപ്പും പഠിച്ചു, അതുപോലെ തന്നെ ഇമ്പോർട്ടൻസും പഠിച്ചു. ഇനി നമുക്ക് നെക്സ്റ്റ് നമുക്ക് ഡിസ്കസ് ചെയ്യാനുണ്ടെങ്കിൽ ദാറ്റ് ഈസ് ദി ഇവല്യൂഷൻ ഓഫ് evolution of marketing evolution next that we are going to study evolution marketing എന്ന് പറയുന്നത് മനസ്സിലാക്കുക ഒരു വൺ ഫൈൻ മോഡലിൽ പല പല സ്റ്റേജിൽ കൂടി പല പല സ്റ്റെപ്പിൽ കൂടി കടന്ന് വന്നിട്ടാണ് ഇന്നത്തെ നിലയിലുള്ള മാർക്കറ്റിംഗ് കോൺസെപ്റ്റ് നമ്മൾ എത്തി നിൽക്കുന്നതെന്നാണ് പറയുന്നത്. മാർക്കറ്റിംഗ് എന്ന് പറയുന്നത് എന്താണ്? അതായത് പല കമ്പനീസ് മാർക്കറ്റിങ്ങിൽ ഒരുപാട് ഫിലോസഫീസ് അല്ലെങ്കിൽ ഒരുപാട് ഐഡിയ അല്ലെങ്കിൽ എന്താണ് പറയുന്നത് ഒരുപാട് വാല്യൂസ് തിയറീസ് എന്നാണ് പറയുന്നത്. ഓരോ കമ്പനിയും അതിൽ ഏത് ഫിലോസഫി എന്ന് പറഞ്ഞാൽ മനസ്സിലാക്കാം. നമ്മൾ തിയറി എന്നുള്ള രീതിയിലെടുത്താൽ മാർക്കറ്റിംഗ് എന്തെന്നാണ് പറയുന്നത് ഡിഫറെൻറ്റ് കമ്പനീസ് അഡോപ്റ്റ് ഡിഫറെൻറ്റ് ഫിലോസഫീസ് ഫോർ കണ്ടക്ടിങ് ദെയർ മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ്. പല കമ്പനീസും പല ഫിലോസഫീസ് ആണ് മാർക്കറ്റിംഗ് ആക്ടിവിറ്റീസ് നടത്താനായിട്ട് അവർ യൂസ് ചെയ്യുന്നതാണ് പറയുന്നത്. ആൻഡ് ഈ ഫിലോസഫി അതായത് അതിലേത് തിയറിയാണ് അല്ലെങ്കിൽ അതിൽ ഏത് വാല്യൂ ആണ് അല്ലെങ്കിൽ അതിൽ ഏത് ഫിലോസഫിയാണ് കമ്പനീസ് അഡോപ്റ്റ് ചെയ്തത് അതിനെയാണ് നമ്മൾ എന്താ പറയുക ആ ഒരു പെർട്ടിക്കുലർ കമ്പനിയുടെ മാർക്കറ്റിംഗ് കോൺസെപ്റ്റ്. ഇവല്യൂഷനിൽ അപ്പോൾ നമ്മൾ ആദ്യം അറിഞ്ഞിരിക്കേണ്ടതാണ് ഒരു വൺ ഫൈൻ മോഡലിലൊന്നും ഉണ്ടായിട്ടുള്ള ഒരു സംഭവമല്ല മാർക്കറ്റിംഗ് എന്ന് പറയുന്നത്. ഇറ്റ് ഹാസ് ഇവോൾവ്ഡ് ആൻഡ് ദി ഇവല്യൂഷൻ നെവർ സ്റ്റോപ്സ്. അദ്ദേഹം പതുക്കെ എന്താണ് ഇവല്യൂഷൻ നടന്നിങ്ങനെ വന്നതാണ്. ഇപ്പോഴും അതെന്തെങ്കിലും അതിൻ്റെ അവസാന വാക്കിലേക്ക് എത്തിയിട്ടില്ല. കാലങ്ങൾ കഴിയുന്നവർ എന്തെങ്കിലും ഡെവലപ്പ് ചെയ്ത് പുതിയ ഡെവലപ്മെൻറ്റുകൾ മാർക്കറ്റിംഗ് കടന്നു വരുന്നതാണ് പറയുന്നത്. അതായത് നമുക്ക് പറയുകയാണെങ്കിൽ ഇങ്ങനെ പറയാം മാർക്കറ്റിംഗ് ഹാസ് ട്രാവൽ എ ലോട്ട് ഇൻ ഇറ്റ്സ് ഫിലോസഫിക്കൽ ജേർണി എന്നാണ് പറയുന്നത്. അതിൻ്റെ ആ ഒരു അതിൻ്റെ വാല്യൂസ് എന്താണ് തിയറീസ് ഓരോ യുഗങ്ങളിൽ കൂടി എത്തിയിട്ടുണ്ട്. ട്രാവൽ ചെയ്തിട്ടാണ് എത്തിയത് ഇന്നത്തെ ഒരു നിലയിൽ. ഇപ്പോഴത്തെ ഇതിലും മാറ്റങ്ങൾ വരും. ഇതിലൊരു 10 വർഷമോ 20 വർഷം കഴിഞ്ഞെങ്കിലും എന്തെങ്കിലും മാറ്റങ്ങൾ വരും. അപ്പം അങ്ങനെ തന്നെ കടന്നു വന്നിട്ടുള്ള ഒരു സ്റ്റേജ് ചെയ്യുവാനായിട്ട് നമുക്ക് എളുപ്പത്തിൽ പഠിക്കാനായിട്ട് പറഞ്ഞുതരാം. സൊല്യൂഷൻ ഓഫ് മാർക്കറ്റിംഗ് ജസ്റ്റ് ഒരു നോട്ടിലേക്ക് എഴുതിയിരിക്കുക. ഫ്രം ഡിഫറെൻറ്റ് സ്റ്റേജസിൽ ഡിഫറെൻറ്റ് വാല്യൂസിലൂടെ കടന്നു പോകുന്നുണ്ട്. അതിൽ ഫസ്റ്റ് നമുക്ക് പറയാവുന്നതാണ് പ്രൊഡക്ഷൻ. ആദ്യം കാര്യം എന്തായിരുന്നു പ്രൊഡക്ഷൻ എന്നത് വന്നിട്ട് ഇതിലേക്ക് വന്നതാണ് പറയുന്നത് ദാറ്റ് ഈസ് ടു പ്രോഡക്റ്റിലേക്ക് വന്നു. പ്രൊഡക്ഷൻ എന്നത് ഇതിലേക്ക് വളർന്ന് പ്രോഡക്റ്റിലേക്ക് വന്നു. പ്രൊഡക്റ്റിലേക്ക് വളർന്നതിലേക്ക് ഓരോ കാലത്തും അതായത് ഓരോ സാഹചര്യങ്ങൾ നമുക്ക് പറയാം ഓരോ കാലത്തും ഓരോ കൺസെപ്റ്റിലാണ് മാർക്കറ്റിംഗ് എന്നുള്ളത് നടത്തിയത്. അതിൽ നെക്സ്റ്റ് ആണ് പറയുന്നത് ദാറ്റ് ഈസ് സെല്ലിംഗിലേക്ക് വന്നു. സെല്ലിംഗിൽ നിന്ന് അതിലേക്ക് പറയുന്നത് ദാറ്റ് ഈസ് സെല്ലിംഗ് എന്നത് മാർക്കറ്റിംഗ് മാർക്കറ്റിംഗ് എന്നതിനായിട്ട് ഞാൻ താഴേക്കായിട്ടുള്ള മാർക്കറ്റിംഗ് എന്നത് ഇതിലേക്ക് വന്നതാണ് പറയുന്നത്. സൊസൈറ്റിയിൽ നിന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ സൊസൈറ്റിയിലാണ് സൊസൈറ്റി എന്നതും എന്താണ് ഹോളിസ്റ്റിക് മാർക്കറ്റിംഗ്. ഇങ്ങനെയാണ് ആദ്യം ഒരു പ്രൊഡക്ഷൻ കാലഘട്ടം, പ്രോഡക്റ്റിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാലഘട്ടം, സെല്ലിങ്ങിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാലഘട്ടം, മാർക്കറ്റിംഗിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്ന കാലഘട്ടം, പിന്നെ സൊസൈറ്റിക്ക് ഇമ്പോർട്ടൻസ് ഉണ്ട് മാർക്കറ്റിംഗ്, ജനങ്ങൾക്ക് ഇമ്പോർട്ടൻസ് ഉണ്ടെന്ന് പറയുന്ന കാലഘട്ടം. നെക്സ്റ്റ് എന്താണ് ഹോളിസ്റ്റിക്. ഇതിലോട്ട് എന്ത് ചെയ്യും ഹോളിസ്റ്റിക് എല്ലാവരും ഹോളിസ്റ്റിക് എന്ന രീതിയിൽ പറയുന്നതാണ് എല്ലാം ഉൾപ്പെടെയുള്ളതാണ്. അപ്പോൾ എന്താണ് ഇങ്ങനെയുള്ള പല പല ഈ ഓരോ കോൺസെപ്റ്റും കൂടി ട്രാവൽ ചെയ്തിട്ടാണ് നമ്മൾ മാർക്കറ്റിംഗ് ഡെവലപ്പ് ചെയ്യുന്നത്. നമുക്ക് ഇനി നമുക്ക് സ്റ്റഡി ഡീറ്റെയിൽ ഓരോന്നും ചെയ്യാണ്ട് ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് ഡിസ്കസ് ഇൻ അവർ നെക്സ്റ്റ് ക്ലാസ്. That's for today. Thank you, my dear students.